അങ്ങനെ രാവിലെ അരയിടത്ത് പാലത്തിന്റെ താഴെത്തി വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി ബേബി മെമ്മോറിയലിലേക്ക്. രാവിലെ റൂമിലെത്തിയപ്പോൾ കാത്തിരുന്നത് ബില്ലായിരുന്നു. ആദ്യ ഗഡു ഓൾറെഡി അടച്ചതാണ്. അങ്ങനെ രണ്ടാമത്തെ ഗഡുവും കൂടി അടച്ചു. ഗഡുക്കൾ ഇനിയും ബാക്കി നിൽക്കുക എന്ന ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്കാനിങ്ങിന് വേണ്ടി ബീവിയെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചേച്ചി വന്നത്. അങ്ങനെ കുഞ്ഞന്റെ കുമ്പയിൽ തോണ്ടി ബീവി സ്കാനിങ്ങിന് വേണ്ടി യാത്ര പറഞ്ഞു. സ്കാനിങ് കഴിഞ്ഞു, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. വാവയ്ക്ക് കുറച്ച് പ്രോട്ടീന്റെ കുറവുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് നല്ല പ്രോട്ടീൻ ഫുഡും വാങ്ങി ഞാൻ റൂമിലേക്ക്. വാവയ്ക്കാണ് എന്ന വ്യാജേന നല്ല മുട്ടയും ചിക്കനും ബീവി അടിച്ചു മാറുന്ന കാഴ്ച. അങ്ങനെ ഞാൻ എൻ്റെ പണിയിലേക്ക് പോയി. കുറച്ച് കണ്ടന്റ് എടുത്ത് വെച്ചിരുന്നു. അത് സ്ക്രിപ്റ്റ് ആക്കി എഴുതി വെച്ചു. പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യണം. രാവിലെ ചെറുതായി ഒന്ന് മാറി നിന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു. അങ്ങനെ ആ മഴയത്ത് ഞാനും കുഞ്ഞനും ബ്ലോക്കിലൂടെ ബേപ്പൂരിലേക്ക്. തിരിച്ച് വീട്ടിലെത്തി ഡോക്യുമെൻ്ററി ലൈഫ് കൂടി എഡിറ്റ് ചെയ്ത് കുഞ്ഞനോട് കഥയും പറഞ്ഞ് ഞാനും ഉറങ്ങി. എല്ലാവർക്കും ശുഭരാത്രി.